ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആലീനയും പൗലോസും തമ്മിൽ വഴക്ക് കൂടുന്നുണ്ടല്ലോ. അവിടേക്ക് വല്യപ്പച്ചായ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്നതാ മോളെ ഇവിടെ ഒരു വാക്ക് തർക്കം? ഒന്നുമില്ല വല്യപ്പച്ച, വെറുതെ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പൗലോസിനോട് പറയും, എന്നതാ പൗലോ ഇത്, നിനക്ക് ഇത്രയ്ക്ക് വിവരില്ലേ? ഇനി അതൊക്കെ സൂക്ഷിച്ചോളണം. മോളിങ്ങ് വന്നേ, ഞാനേ നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയാനാ എന്ന് പറഞ്ഞ വല്യപ്പച്ചായ അലീനയും കൂട്ടിയിട്ട് പോവാണ്. അങ്ങനെ ഒരു റൂമിലേക്ക് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ അലീനയെ. വല്യപ്പച്ച എന്താ പറയാൻ വന്നേന്നൊക്കെ എനിക്കറിയാം, ഞാൻ അവരോട് വഴക്കുണ്ടാക്കാതെ ഒരു ഭാഗത്ത് മിണ്ടാതിരുന്നോണം എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയും, അതേ മോളെ, അവരൊക്കെ താഴേക്കിടയിലുള്ള ആൾക്കാരല്ലേ, അവരോടൊക്കെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിച്ചെല്ലണ്ടേ? അങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മളും അവരും തമ്മിൽ ഒരേ ലെവലായി, വെറും തറ ലെവൽ. വല്യപ്പച്ച ഇത് അങ്ങനെയല്ല, ഇവിടെ അടുക്കളയിൽ പോലും അഴിമതി നടക്കും. അങ്ങനെയുള്ളപ്പോ ഇവിടെ എന്തുമാത്രം അഴിമതി നടന്നിട്ടുണ്ടാവും എന്ന് അലീന ചോദിക്കുവാണ്. അന്നേരം വല്യപ്പച്ചൻ ചോദിക്കും, ഫാക്ടറിയിലെ കാര്യമാണോ മോൾ ചോദിച്ചേ? അവിടെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. എന്തിനാ മോളെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നേ? പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ, വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കരുതെന്ന് എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ അലീന ചോദിക്കും, ഞാനാണോ വേലിയിരുന്ന പാമ്പ് എന്ന്? നീയല്ല മോളെ പാമ്പ്, ഈ പ്രശ്നങ്ങളാണ് പാമ്പ്. അത് അതിന്റെ വഴി അങ്ങ് പോക്കോട്ടെ മോളെ, അത് അതിന്റെ വഴിക്ക് പോട്ടെ. അതൊക്കെ പിണക്കാവും നമ്മുടെ ലാലിച്ചന് എന്ന് പറയുമ്പോൾ, ബുദ്ധിയുള്ള ഒരാളല്ലേ, പിണങ്ങിക്കോട്ടെ. എല്ലാം കണ്ട് ബുദ്ധിയില്ലാത്ത ഒരാളെ പോലെ ഇരിക്കുന്നു മോളെ. അങ്ങനെയല്ല, ലാലിച്ചനെ ആരെങ്കിലും ഭരിക്കാൻ ചെല്ലുന്നതും ഒന്നും അവന് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ലാത്ത ആള് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണ്ടേ വല്യപ്പച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ വല്യപ്പച്ച പറയും, മോളെ നീ അവനോട് കോംപ്രമൈസ് ചെയ്ത് പോവാൻ വേണ്ടി നോക്ക് എന്ന് പറയുമ്പോൾ, ലാലിച്ചനോട് കോംപ്രമൈസ് ഒന്നും ഇല്ല. ലാലിച്ചനെ ഞാൻ വിചാരിച്ച ആളൊന്നല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ പറയും, ചേടാ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോയല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൗലോസ് ഉണ്ടല്ലോ, മറ്റുള്ളവരോടൊക്കെ ആ കാര്യം പറയാണ്, ഞാൻ ഇവിടെ 10-28 കൊല്ലായി ജോലിക്ക് നിൽക്കുന്നു, എന്നിട്ട് എന്നെ ഭരിക്കാൻ വരുന്നു ഞാഞ്ഞൂല് പോലത്തെ ഒരു പെണ്ണ്, അതും ഇന്നലെ കയറി വന്ന പെണ്ണ്. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേണൽ സാറിന്റെ അടുത്ത് പോയി പറയാൻ വേണ്ടിയിട്ട്. നേരം ആന്റപ്പ പറയും, അവസാനം ഇതൊക്കെ നമുക്ക് തന്നെ പാരയാവുന്ന തോന്നുന്നേന്ന്. എന്നിട്ട് വീണ്ടും പറയും, നമ്മൾ വിചാരിച്ചില്ലല്ലോ ഒരു പെണ്ണ് വന്ന് കയറുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇതാ പറയുന്നത് ഒരു പെണ്ണ് മതി ഒരു യുദ്ധം തുടങ്ങാനെന്ന്. അന്നേരം പൗലോസ് പറയും, ഞാനേ കേണൽ സാബിന്റെ കൂടെ കൂടിയിട്ട് എത്ര കാലായെന്നാ ഇന്നലെ വന്നവൾ പറഞ്ഞാൽ ഞാനിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുവോ? എന്നെ അവൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാന്ന് പറയുമ്പോൾ ആന്റപ്പം പറയും, ഒന്നിനും പോവണ്ട, ഒന്നുമില്ലെങ്കിലും കേണൽ സാബിന്റെ മകളല്ലേ. അന്നേരം പൗലോസ് പറയും, ദേ ആന്റപ്പൻ ചേട്ടാ, ഒരു സുപ്രഭാതത്തിൽ എന്റെ മകളാണെന്ന് പറഞ്ഞാൽ അത് മകളാകോ? നേരം വണ്ണുള്ള എല്ലാ മക്കളെയും നമുക്കറിയാം. ഇതെന്തോ വെടക്ക് കേസാ, അതാ ഇപ്പൊ ഇങ്ങനെ. അവളെ അനുസരിച്ച് ഇരിക്കല്ലേ എന്റെ പണി എന്ന് പറഞ്ഞു നിൽക്കേട്ടാ പൗലോസ്. എന്നിട്ട് പറയും, ദേ ആന്റപ്പൻ ചേട്ടാ, വിനോദേ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോ, ഇതേ എന്റെ അടുക്കളയാ, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കാന്ന് വിചാരിക്കണ്ട. തൽക്കാലം ഈ പൗലോസെ നടത്തിക്കൊണ്ടു പോകുന്ന പോലെ തന്നെ ഇരിക്കും, ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലേ ഈ പൗലോസ് ഇവിടെ കാണത്തില്ല, എഴുതി കുറിച്ചു വെച്ചോ എന്ന് പറയുന്നു. അത്രയൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുക്കണോ പൗലോസെ എന്ന് ആന്റപ്പൻ ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ അവള് പറയുന്നതും കേട്ട് നിൽക്കാൻ എന്നെ കിട്ടത്തില്ല, അത് ഞാൻ ഉറപ്പിച്ച കാര്യം എന്നും പറഞ്ഞ പൗലോസ് അങ്ങ് പോകുവാണ്. അങ്ങനെ പൗലോസ് പോകുന്നത് നേരെ സ്റ്റാൻലിയെ കാണാനാണ്. സ്റ്റാൻലി ചോദിക്കും, എന്താ പൗലോ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. അത് പിന്നെ സാറിന്റെ മോള് വന്നതിന് ശേഷം എന്റെ കൈ കെട്ടിയിട്ടേക്കുവാ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ നീ പറഞ്ഞേ? അലീന വന്ന് നിന്റെ കൈ കെട്ടിയേക്കുവാന്നോ? അലീനയുമായിട്ട് നിനക്കെന്താ പ്രശ്നം? കേണൽ സാറ് പോലും. എന്നിട്ടിപ്പോ എന്ന് പറയുമ്പോൾ, താൻ കാര്യം പറയടോ എന്ന് പറയുക കേട്ടോ സ്റ്റാൻലി. അടുക്കളയിൽ വന്നേ എന്നെ ഭരിക്കാൻ വേണ്ടി നോക്കുക. ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് സാറിന് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് പൊക്കോളാം. ആ കൊച്ചിനെ എന്നെ കണ്ണെടുത്താ കണ്ടുവിടാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിന്നെ അവളെ എങ്ങനെ ഭരിക്കാൻ വന്നു എന്നാ പറയുന്നേ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ, സാറിന് അറിയാലോ, കേടായ പച്ചക്കറി ഒന്നും ഞാൻ എടുക്കാറില്ല, പുഴു വന്നതും ഞാൻ എടുക്കാറില്ല. ഞാൻ അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറി വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു, അതാ ഞാൻ ചെയ്ത കുറ്റം. ഇത് കളയാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ചോദിച്ച് എന്റെ നേരെ ഒരു ചാട്ടം. എന്നോട് പറയാ, ആ കുട്ടി മീനിന്റെ തല വെട്ടിക്കളയാൻ പാടില്ല, വാല് കളയാൻ പാടില്ല, കോഴിയുടെ കാല് വെട്ടിക്കളയാൻ പാടില്ല എന്നൊക്കെ. ആ കൊച്ചു വളർന്ന അനാഥാലയത്തിൽ അതൊക്കെ വെച്ചിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക എന്ന് വെച്ച് നമ്മളും അതുപോലെയാണോ ചെയ്യേണ്ടത്? സാറിന് നല്ല നീറ്റായിട്ട് വെച്ച് വിളമ്പി തരണ്ടായോ? അങ്ങനെയല്ലേ സാർ എന്നെ പഠിപ്പിച്ചിട്ടല്ലേ? അത് നീ പറഞ്ഞത് ശരിയാണ്, ആരൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും നീ നല്ല സാധനമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സാറേ, ആ കുട്ടി ഒന്നും കൂടി പറഞ്ഞു,
ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് വന്നാൽ അതൊക്കെ ഇവിടുത്തെ ജോലിക്കാര് തന്നെ തിന്നു തീർക്കണമെന്ന് പറയുമ്പോൾ ആകപ്പാടെ സ്റ്റാൻലി തല താത്തി നിൽക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞു അവള്. അല്ലെങ്കിൽ അതൊക്കെ ഇവിടുത്തെ പട്ടികളായിട്ട് തീറ്റിക്കണമെന്ന്. ഞാൻ അതായിട്ട് സാർ ഇങ്ങനെയൊക്കെ കേൾക്കുന്നേ. അത് മാത്രല്ല സാർ, കുറഞ്ഞ വിലക്കുള്ള സാധനങ്ങൾ മാത്രം ഇവിടെ വാങ്ങിയാൽ മതിയെന്ന്, അതും കുറച്ച് ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ സാറേ ഏതെങ്കിലും പിശുക്കന്റെ വീട്ടിൽ പോയി ഞാൻ കുക്കായി നിന്നാ പോരെ? എനിക്ക് സാറിന്റെ വീട്ടിലെ കുക്കിംഗ് പണി ചെയ്യണോ? ഇങ്ങനെയൊക്കെ അലീന പറഞ്ഞത് തന്നെയാണോ? അതെ സാറേ, ഇവിടെ വരുന്ന വേസ്റ്റ് എടുത്ത് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടും. സാറ് തിന്നതിന്റെ വേസ്റ്റും വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടും. അത് ഇവിടുത്തെ വേലക്കാരി എടുത്ത് അവരുടെ പട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊന്നും പാടില്ലെന്ന് ആ കൊച്ചു പറയുന്നേ. ഇതൊക്കെ കേട്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ സാറിനെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ സാർ ആ കൊച്ചിനെ വിളിച്ച് നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ നന്നായിട്ട് എരുകേറ്റി വിടാൻ കേട്ടോ പൗലോസ്. അന്നേരം നേരെ സ്റ്റാൻലി വന്നിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, പൗലോ ആയിട്ട് നീ എന്താ പ്രശ്നം? അയാൾ പറയുന്നു അയാളെ ജോലി ചെയ്യാൻ നീ സമ്മതിക്കുന്നില്ലെന്ന്. എന്ന് പറയുമ്പോൾ അലീന പറയും, അതൊക്കെ അപ്പടി അങ്ങ് വിശ്വസിച്ചോന്ന്? പപ്പാക്ക് വല്യപ്പച്ചനോട് ചോദിക്കാലോ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയും, പൗലോ എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. അയാൾ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാനും അയാളും തമ്മിൽ ഇനിയും അടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അലീന, അവരൊക്കെ വെറും ജോലിക്കാരാണ്, നീ എന്തിനാണ് അവരോട് ഗുസ്തി പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? അതിന്റെ അഹങ്കാരം അയാൾക്ക് നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അയാൾ ഇവിടുന്ന് പോകുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, അയാളെ ജോലിക്ക് വെച്ചിരിക്കുന്നത് ഞാനാണ്. അയാളുടെ ജോലി അപ്പൊ കളയാനുള്ള അധികാരം ആർക്കാണുള്ളത്? നേരെ അലീന പറയുന്നുണ്ട്, അയാളുടെ ജോലി നമ്മളായിട്ട് ഒഴിവാക്കും എന്നല്ല, അയാളുടെ ജോലി അയാൾ തന്നെ കളയും എന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും. ഇവിടുത്തെ കിച്ചണിൽ ഇതാദ്യമായിട്ടാ പ്രശ്നം വരുന്നത്. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതിനു മുൻപേ. എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് സ്റ്റാൻലി പറയുമ്പോൾ, ഇത്രയും കാലം ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കാണാൻ ആർക്കും കണ്ണില്ല. അന്നേരം പൗലോസ് വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നമ്മുടെ സ്റ്റാൻലി പറയും, അടുക്കള കാര്യത്തിൽ നീ ഇടപെടണ്ട, അവിടെ ആളുകളെ വെച്ചിരിക്കുന്നത് അവിടുത്തെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാ. നീ അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നതേ എനിക്ക് വളരെ കുറച്ചിലാണ്. ഭക്ഷണം വെറുതെ കളയരുത് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ. അത് ഇത്രയും വലിയ തെറ്റാണോ? ഞാൻ പറയുന്നത് കേൾക്കണം നീ, അതാണ് നിന്റെ കടമ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന തിരിഞ്ഞുകൊണ്ട് പറയും, ഞാൻ പറയുന്നത് പപ്പ കേൾക്കണം, അതും പപ്പയുടെ കടമയല്ലേ. അന്നേരം സ്റ്റാൻലി നേരെ വല്യപ്പച്ചനെ നോക്കൂട്ടോ. അത് അവള് പറഞ്ഞത് ശരിയാ, കടമയുണ്ട് നിനക്കും എന്ന് പറയൂ കേട്ടോ. അവള് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, ഇല്ല കേൾക്കുന്നില്ല, പപ്പയുടെ ചെവി നിറയെ പൗലോസിന്റെ സുവിശേഷ. ഇങ്ങനെയാണ് നിന്റെ സ്വഭാവമെങ്കിൽ നീ എങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു പറയുമ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. പാക്ക് ചെയ്തോട്ടെ, കൊളത്തുപുഴ ബസ് സ്റ്റാൻഡിൽ എന്നെ കൊണ്ടുവിട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട വല്യപ്പച്ചൻ പോകുമ്പോൾ പുനലൂരിൽ എന്നെ ഇറക്കി വിട്ടാൽ മതി. അതും കൂടി കേട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി അങ്ങ് തിരിഞ്ഞു പോകുവാട്ടോ. അന്നേരം നമ്മുടെ സ്റ്റാൻലിക്കും അത് വിഷമായിട്ട് വണ്ടി എടുത്ത് അങ്ങ് ചീറിപ്പാഞ്ഞു പോകുവാണ്. അത് കാണുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എന്നാ പോക്ക ഇവൻ പോകുന്നേ, പെട്രോള് കത്തിത്തീരും എന്നല്ലാതെ വലിയ പ്രയോജനം ഉണ്ടോ?